അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരിലൊരു സ്പെഷ്യൽ പത്തലുമായിട്ടാണ്. അപ്പോൾ ഈ പത്തൽ നമുക്ക് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി ഡിന്നറിനായാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മളിത് ഗ്രൈൻഡറിലൊക്കെ അരച്ചാണ് ഇത് ചുട്ടിട്ട് ഉള്ളത്. പക്ഷെ ഇപ്പം എല്ലാവരും അരിപ്പൊടിയാക്കി വെച്ച് ആവശ്യത്തിന് എടുത്താണ് കുഴച്ച് ചുടാറുള്ളത്. അപ്പോൾ ഈ അരിപ്പൊടി വെച്ച് നമുക്ക് ഈ പത്തൽ മാത്രമല്ല കൊഴുക്കട്ട, ഇലയട, ഉണ്ടപ്പുട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, നമ്മുടെ നൂൽപുട്ട്, അങ്ങനെ അത് മാത്രമൊന്നുമല്ല ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് സാധാരണ നോർമൽ വെള്ളത്തിൽ കുഴച്ചെടുത്ത് ചൂടാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയുടെ വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ തന്നെ കുറേ നാൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അന്നേരം അധികം ആരും അത് കണ്ടിട്ടില്ല. കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ നല്ല ഉപകാരമായി എന്ന് പറഞ്ഞു. കാരണം തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാകുമ്പം നമുക്ക് സാധാരണ നോർമൽ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ അരിപ്പൊടിയെ പറ്റി അറിയാതെ ഞാൻ ഈ പത്തൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഈ വീഡിയോയുടെ അവസാനം ആ അരിപ്പൊടിയുടെ ആ വീഡിയോ കൂടി സെയിം വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ മാത്രം ഒന്ന് കാണുക, അല്ലാത്തവർ ഈ പത്തൽ ചുടുന്നത് വരെ കണ്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പത്തൽ എങ്ങനെ ചുടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നോർമൽ കണക്ക് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് നോർമൽ വെള്ളമാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എടുത്ത് ചെയ്തതാണ്. അപ്പം അരിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറയൊക്കെ ചെയ്യും. അപ്പോൾ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇത്തിരി വെളിച്ചെണ്ണ നമ്മുടെ കൈവെള്ളയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാവിൽ നിന്ന് ഒരിത്തിരി ചെറിയൊരു ബോള് അളവിലെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് റൗണ്ടാക്കി എടുക്കണം ഇതുപോലെ. പിന്നെ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ 2-3 മോഡൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു വാഴയിലയിൽ പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം ഒരു പീസ് വാഴയിലെടുത്ത് അതിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരിയുടെ ബോള് ഒന്ന് അതിൽ വെച്ച് പ്രസ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ കൈയുടെ ഈ ഭാഗം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും. എല്ലാവർക്കും ഇതുപോലെ ഇല കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറ് ചെറിയൊരു പീസാക്കി എടുത്ത് അതിൽ വെച്ചും പരത്തിയെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ പരത്തുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്ക്വയർ പീസാക്കി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം. കാരണം ഇവിടെയുള്ളവർക്കൊക്കെ വാഴയില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കാണിച്ചു തരുന്നത്. നമുക്ക് നേരത്തെ പോലെ തന്നെ ചെറിയൊരു ഉരുളയാക്കി എടുത്ത് ഇതിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നമുക്കിത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വാഴയില ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരെ അത് ഇതുപോലെ ആ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇലയൊന്ന് ഇതുപോലെ വെളിച്ചെടുത്താൽ മതി. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറിലാണ് ചെയ്യുന്നതെങ്കിൽ നേരെ ഫ്രൈ പാനിലേക്ക് കൊണ്ട് ഇടരുത്, ഉരുകിപ്പോവും. അപ്പോൾ ഇതുപോലെ കൈവെള്ളയിലെടുത്ത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഫ്രൈ പാനിലേക്ക് ഇടാൻ പറ്റും. പിന്നെ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പം 2 ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല, വേഗം വെന്ത് കിട്ടും. അപ്പം നമുക്കൊരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും.
അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ പത്തൽ റെഡിയാവും. ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു ബ്രൗണ് ഡോട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് ഒന്ന് ഒരു ഗ്ലാസ് വെച്ച് അമർത്തിയാൽ അത് നന്നായിട്ട് പൊങ്ങി വരും. ചില സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായി പൊങ്ങി വരും, അല്ലെങ്കിൽ മാത്രം ഗ്ലാസ് വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ അമർത്തിയാൽ മതി, അത് നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിവിടെ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ പത്തൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഫ്രൈ പാനിൽ ചെയ്തത്. സാധാരണ ഞാൻ ചെയ്യുന്നത് ഈ ഒരു തവയിലാണ്. ഇതിലാവുമ്പോൾ നമുക്ക് ഒരേ ടൈം തന്നെ 5 പത്തലൊക്കെ ഒന്നിച്ച് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ എണ്ണയൊക്കെ ചുടുന്ന സമയത്ത് ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ഇതിലാണെങ്കിൽ ഞാൻ കൈ കൊണ്ട് വെച്ച് തന്നെ പരത്താറാണ് ചെയ്യല്. ഇല ഉപയോഗിക്കില്ല, അതുപോലെ പ്ലാസ്റ്റിക് കവറും ഉപയോഗിക്കാറില്ല. ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഇതിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരത്തെ പോലെ ഉരുളയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ തവയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. തവയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ ഈ പരത്തുന്ന സമയത്ത് കൈവെള്ളയിൽ എണ്ണ തടവുന്നതുകൊണ്ട് പിന്നെ എണ്ണൻ്റെ ആവശ്യം വരുന്നില്ല. ഇതുപോലെ നമുക്ക് ഒന്ന് പരത്തി കൊടുത്താൽ മതി, നേരത്തെ പോലെ തന്നെ. ആരും ഇത് പ്രാക്ടീസ് ചെയ്യാതെ ചെയ്യരുത്, കൈ പൊള്ളും. കാരണം നല്ല ചൂടായ തവയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റാണ്. നമ്മുടെ കണ്ണൂരിൻ്റെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ വേറെ ഇത് കണ്ടിട്ടില്ല. അപ്പം അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാനിനി എൻ്റെ ആ പഴയ അരിപ്പൊടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ കാണാത്തവർ മാത്രം ഒന്ന് കാണാം. ഇതിനാവശ്യമുള്ളത് പച്ചരിയും പുഴുങ്ങലരിയാണ്. അപ്പോൾ 2 തരത്തിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പച്ചരിയും പുഴുങ്ങലരിയും ഒരേ അളവിലെടുത്തിട്ടും ഉണ്ടാക്കും, അല്ലെങ്കിൽ പുഴുങ്ങലരിയുടെ പകുതി പച്ചരി ചേർത്തും ഉണ്ടാക്കും. അപ്പോൾ 2 വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ടേസ്റ്റിനൊരു വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് പച്ചരിയും പുഴുങ്ങലരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം 1 കപ്പ് പുഴുങ്ങലരിയും 1/2 കപ്പ് പച്ചരിയും മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ 10 കിലോ ഒക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പൊടിച്ച് വെക്കാറ്. അപ്പോൾ നമുക്കിത് ഇനി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ജസ്റ്റ് വൃത്തിയാവാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകിയാൽ മതി. അധിക സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇവിടെ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ അരിപ്പയിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും 10 കിലോ ഒക്കെ പൊടിച്ചെടുക്കുന്നതല്ല. അപ്പോൾ വലിയ അരിപ്പയിലാണ്, ഇതുപോലത്തെ വലിയ അരിപ്പയിലാണ് വെള്ളം വാർക്കാൻ വെക്കാറ്. അപ്പോൾ 10 കിലോ ഒക്കെ പൊടിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പം ഇനി നമുക്കിത് വെള്ളം വാർന്നതിന് ശേഷം ഒരു നല്ല ഉണങ്ങിയ ക്ലീൻ തുണിയിലേക്ക് ഈ അരിയൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മളെ മുളകൊക്കെ ഉണക്കുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫാനിൻ്റെ കാറ്റിലാണ് ഉണക്കിയെടുക്കാറ്, വെയിലത്ത് കൊണ്ട് വെക്കരുത്. അപ്പോൾ ഫാൻ നല്ല സ്പീഡിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം ആറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വെള്ളം ഒട്ടും പാടില്ല. അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ.
അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഈ കാണിച്ച ഐറ്റംസ് മാത്രമല്ല, ഇത് വെച്ച് നമുക്ക് പത്തൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നെയ്പത്തിരി, പിന്നെ ഞാൻ പഴംപൊരി പോലെ ഇതിൻ്റെ അകത്താണ് ഉണ്ടാക്കാറ്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പൊടിയെടുത്ത് ജസ്റ്റ് ഒന്ന് മാവാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അരിപ്പൊടി വേഗം മോശമായി പോകും. അപ്പോൾ ഇതുപോലെ വെള്ളം ഇല്ലാണ്ട് എടുക്കണം. എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാനിതൊന്ന് അത് കുഴക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ നോർമൽ അളവാണിത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം പുഴുങ്ങലരിയുടെ പല ടൈപ്പ് പുഴുങ്ങലരി ഇല്ലതല്ല, അപ്പം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ ഇടിയപ്പം ഇലയുടെയൊക്കെ കുഴക്കുന്ന ആ പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, ഇതിനെക്കൊണ്ട് എന്തുണ്ടാക്കിയാലും. അപ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ടൊന്ന് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം അധികം ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ആ ഒരു പാകം. അപ്പോൾ ഇവിടെ ദുബായിൽ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ അരിപ്പൊടിയാണ് വാങ്ങാറ്. അപ്പോൾ ഇത് സെയിം അരിപ്പൊടിയാണ്. അപ്പോൾ ദുബായിലുള്ളവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും, കാരണം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലവർക്ക്. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ അല്ല, ചില സ്ഥലത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.